സഹോദരി ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് പ്രതികരിച്ച് അഹാന കൃഷ്ണ. സാമ്പത്തിക ക്രമക്കേട് പുറത്തു വന്നതോടെ ഒത്തുതീർപ്പിനായി ജീവനക്കാരാണ് താങ്കളെ കാണാൻ വന്നതെന്നും ഒടുവിൽ രക്ഷപ്പെടാനായി വ്യാജ പരാതി നൽകിയെന്നും അഹാന പറയുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് അഹാന സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. അഹാനയുടെ കുറിപ്പ് ഇങ്ങനെയാണ്. 4 വർഷം മുമ്പ് സഹോദരി ദിയാകൃഷ്ണ ആരംഭിച്ച OYCOC എന്ന ബിസിനസ് സംരംഭം വിജയകരമായി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടയിലെ 3 ജീവനക്കാർ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി സ്വന്തം QR കോഡ് സ്ഥാപിച്ച് പണം തട്ടുകയായിരുന്നു. ദിയയുടെ അറിവില്ലാതെ കടയിലെ ആഭരണങ്ങൾ റീസെല്ലിങ്ങും ചെയ്തിരുന്നു. ഗർഭിണിയായതിനു ശേഷമുള്ള ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദിയ കടയിലേക്ക് പോകാറില്ലായിരുന്നു. ഈ 3 ജീവനക്കാരെ പൂർണ്ണമായി വിശ്വസിച്ച് ആയിരുന്നു സ്ഥാപനം മുന്നോട്ട് പോയത്. മെയ് 29-നാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്. തുടർന്ന് മെയ് 30-ന് 3 പേരെയും കുടുംബത്തോടെ വന്ന് കാണുകയും കുറ്റം സമ്മതിക്കുകയും തട്ടിയ പണം തിരികെ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 70 ലക്ഷം രൂപ ആയിരുന്നു തട്ടിയ തുക എന്നും അഹാന വ്യക്തമാക്കി. 3-4 ദിവസത്തിനു ശേഷം ഞങ്ങളെ കുടുംബത്തിനെതിരെ പരാതി നൽകാനുള്ള ഒരു മോശം ആലോചന ആരോ അവർക്ക് നൽകിയതായിരിക്കും. കുറ്റം സമ്മതിക്കാനായി ഞങ്ങൾ അവരെ തട്ടിക്കൊണ്ടുപോയതായും ശാരീരികമായി ഉപദ്രവിച്ചതായും ഭീഷണിപ്പെടുത്തിയതുമാണ് പരാതിയുടെ ഉള്ളടക്കം. ഒത്തുതീർപ്പിനായി അവർ ഞങ്ങളെ കണ്ടതാണ് സത്യത്തിൽ സംഭവിച്ചത്. വളരെ മാന്യമായ രീതിയിലായിരുന്നു ഞങ്ങളുടെ പ്രതികരണം. ജൂൺ 2-നാണ് അവർ വ്യാജ പരാതി നൽകിയത്. ഇന്ന് രാവിലെ അവർ എൻ്റെ കുടുംബത്തിനെതിരെയായി കെട്ടിച്ചമച്ച കേസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. ഇതിലൂടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു. അവർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് അവരെ തുറന്നു കാട്ടുക മാത്രമാണ് മുന്നിലുണ്ടായിരുന്ന വഴി. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ സമാധാനത്തിലാണ്. ഈ 3 തട്ടിപ്പുകാരും അവരെ ഇതിനെ പ്രേരിച്ചവർക്കെതിരെയും ഞങ്ങൾ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് അഹാനയുടെ കുറിപ്പ്. QR കോഡിൽ കൃത്രിമം കാട്ടി പണം തട്ടിയെന്ന് ആരോപിച്ചാണ് ദിയ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇവർക്കെതിരെ ദിയ പോലീസിലും പരാതി നൽകിയിരുന്നു. പിന്നാലെ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്ന് ആരോപിച്ച ജീവനക്കാർ നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ നൽകിയ പരാതിയിലും മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ജീവനക്കാർ കുറ്റം സമ്മതിച്ചു എന്ന് കാട്ടി കൃഷ്ണകുമാറിന്റെ കുടുംബം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ദിയ ഇങ്ങനെ കണ്ണുനീരോടെ പറയുന്നുണ്ട്. പൈസ പോയവന് മാത്രമേ അതിൻ്റെ വേദന അറിയുവാൻ കഴിയുകയുള്ളൂ. സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ജീവനക്കാരായിട്ട് തുടങ്ങി വെച്ച വിഷയങ്ങളാണ്. ഇതിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റ് ഡീറ്റെയിലിനുമായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ സത്യം തെളിയിക്കാൻ കഴിയുമെന്നാണ് അഹാന പറയുന്നത്.